ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലായിടത്തും മഴയൊക്കെ വന്നു തുടങ്ങിയോ? അപ്പോൾ ഇവിടെയൊക്കെ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് കേട്ടോ, വലിയ മഴയൊന്നും ആയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലൊക്കെ മഴ പെയ്യുന്നുണ്ടോ, എങ്ങനെയാണ്, എല്ലാ ജില്ലകളിലും മഴയുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു പച്ചടിയാണ് കേട്ടോ. നമ്മുടെ പടവലങ്ങ ഉപയോഗിച്ചുണ്ടാക്കുന്ന പച്ചടിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ചോറിൻ്റെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണ്. അതുപോലെ തന്നെ നമ്മുടെ സദ്യയിലും ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ആരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പടവലങ്ങ പച്ചടി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾ ഇത്രയും വലിപ്പമുള്ള ഒരു പീസ് പടവലങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ടൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി വറവിടാനും അരയ്ക്കാനും ആയിട്ടാണ്. പിന്നെ ഒരു 3 തണ്ട് കറിവേപ്പില, 1/4 കപ്പ് തേങ്ങ ചിരവിയത്. 1/4 കപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് എടുത്താലും മതി കേട്ടോ. നിങ്ങൾക്ക് തേങ്ങ അരപ്പ് കുറവ് മതി എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് എടുത്താലും മതി. പിന്നെ ഒരു 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈരാണിത്, അതുകൊണ്ടാണ് 1/2 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പടവലങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് വേവിക്കാൻ വയ്ക്കാം. അതിനുശേഷം നമ്മുടെ അരപ്പും കാര്യങ്ങളും എല്ലാം റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ പടവലങ്ങ ഇതാ ഈ ഒരു വലിപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഉള്ളിയും റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പടവലങ്ങ കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ പടവലങ്ങ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളക് മുഴുവനെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. പടവലങ്ങയ്ക്കും നമ്മുടെ അരപ്പിനും എല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് പടവലങ്ങ ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. പടവലങ്ങയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. 1 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി പടവലങ്ങ കുക്കാവട്ടെ, നമുക്ക് ഇതിലേക്കുണ്ട് അരപ്പ് റെഡിയാക്കി എടുക്കാം. നമ്മളിപ്പോൾ അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. തേങ്ങയുടെ കൂടെ തന്നെ ഒരു 2 പിഞ്ച് ജീരകം ചേർക്കാം. അധികം ജീരകം വേണ്ട, 2 പിഞ്ച് മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയിൽ നിന്ന് 2-3 ഉള്ളി ചേർക്കാം. 2-3 എണ്ണ അല്ല കേട്ടോ, 2-3 സ്ലൈസാണ് ചേർക്കുന്നത്. നമ്മളപ്പോൾ ചേർത്തിട്ടുള്ളത് ചെറിയ ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ് ആണ്. ഇനി ഇത് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൽ ചേർക്കാനായിട്ട്. തേങ്ങ നന്നായിട്ട് അരിഞ്ഞു വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരച്ചെടുക്കരുത്, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. കടുകൊന്ന് ചതഞ്ഞ് വരണം, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അതും കൂടി നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കടുകും കൂടി ചേർത്ത് അരപ്പിലേക്ക് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് മാറ്റി വയ്ക്കാം. നമ്മുടെ പടവലങ്ങ കുക്കായി വരട്ടെ, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പടവലങ്ങയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാതെ ചേർക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പടവലങ്ങയിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം മതി നമുക്ക് അരപ്പിലേക്കായിട്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അരപ്പൊന്ന് നന്നായിട്ട് കുക്കായി വരണം, അതിനുശേഷം വേണം നമുക്ക് തൈര് ചേർക്കാൻ. അപ്പോൾ തൈര് മിക്സിയുടെ ജാറിൽ ഒന്ന് വിപ്പ് ചെയ്തെടുത്തോളൂ. ഒരുപാട് ബീറ്റ് ചെയ്യണ്ട, ഒന്ന് ചെറുതായിട്ട് വിപ്പ് ചെയ്തെടുത്തോളൂ. കട്ടിയുള്ള തൈരാണെങ്കിൽ, കട്ടിയില്ലാത്ത തൈരാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചേർക്കാം. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ ഈ അരപ്പ്. അതിനുശേഷം വേണം നമുക്ക് തൈര് ചേർക്കാനായിട്ട്. ഇതിലേക്ക് പഞ്ചസാരയൊന്നും ചേർക്കണ്ട കേട്ടോ. ഈ ഒരു പച്ചടിയിൽ നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കില്ല. അപ്പോൾ അരപ്പൊന്ന് കുക്കാവട്ടെ, ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ എരിവും ഉപ്പും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം വേണം നമ്മൾ തൈര് ചേർക്കാനായിട്ട്. എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊന്ന് ഉപ്പ് എരിവൊക്കെ ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് എരിവൊക്കെ ആവശ്യത്തിനുണ്ട്. നമുക്കിതിലേക്ക് മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ഒന്ന് ചേർക്കാം. തൈര് ചേർത്തിട്ട് വേഗം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഒരുപാട് സമയം തിളപ്പിക്കരുത്. എന്താണെന്ന് വെച്ചാൽ തൈര് ചേർത്ത് ഒരുപാട് സമയം തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ തൈര് ചേർത്തിട്ട് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി തൈര് ഈ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് ഒന്ന് ചൂടായിക്കോളും. അപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക, ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തൈര് തിളയ്ക്കാതെ കുക്കായിക്കൊണ്ടിരുന്നോളും. ഇല്ലെങ്കിൽ ചട്ടിയുടെ ചൂടുകൊണ്ട് തിളച്ചു വരും. അത് ഒഴിവാക്കാനാണ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ തൈരിന് പുളി കൂടുതലാണെങ്കിൽ മാത്രം 1/2 കപ്പ് തൈര് ചേർക്കുക. പുളി കുറവുള്ള തൈരാണെങ്കിൽ 1 കപ്പ് വരെ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള തൈരിൻ്റെ പുളി അനുസരിച്ച് നമുക്ക് വ്യത്യാസം വരുത്താം. അപ്പോൾ എൻ്റെ കയ്യിൽ നല്ല പുളിയുള്ള തൈരാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് ചേർത്തത്.
അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വറവ് ചേർക്കാം. അപ്പോൾ നമ്മൾ വറവിടാനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. 1/2 ടീസ്പൂൺ മതി കേട്ടോ, അധികം വേണ്ട. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുകൊന്ന് പൊട്ടി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം. ഉലുവയും കടുകും നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ, ആ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉലുവ ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ ആയി പോകണ്ട, ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വന്നാൽ മതി കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കടുകിൻ്റെ കൂടെ തന്നെ ഉലുവയും കൂടി ചേർക്കുന്നത്. ഇനി നമുക്ക് ഉള്ളി ചേർക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് ബ്രൗൺ ആയി വരട്ടെ. വേഗം തന്നെ ബ്രൗൺ ആവും. നമ്മൾ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് വേഗം ബ്രൗൺ ആയി കിട്ടും. ഇത് കണ്ടോ, ഉള്ളിയുടെ കളറൊക്കെ മാറി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. ഞാനൊരു 3 ചെറിയ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും ചേർക്കാം. ഇതെല്ലാം നന്നായിട്ട് കുക്കായി വരുമ്പോൾ നമുക്കിത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പടവലങ്ങ ഉപയോഗിച്ച് പച്ചടി ഉണ്ടാക്കാറുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ, എങ്ങനെയാണ്, ഇഷ്ടമാണോ ഈ ഒരു പച്ചടിയുടെ ടേസ്റ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പീസ്, കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ കറക്റ്റായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വറവ് നമുക്ക് കറിയിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വറവിൻ്റെ ഫ്ലേവറൊക്കെ പച്ചടിയിലേക്ക് നന്നായിട്ട് പിടിച്ചു വരാനാണ് നമ്മളൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കുക എന്ന് പറയുന്നത്. ഇതിനി അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ കറി എടുക്കുന്ന സമയമാകുമ്പോൾ, നമ്മൾ ചോറുണ്ണുന്ന സമയമാകുമ്പോൾ കറി എടുക്കുക. അതുപോലെ തന്നെ തലേ ദിവസം റെഡിയാക്കിയിട്ട് പിറ്റേ ദിവസം എടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ രാവിലെയാണ് കറി റെഡിയാക്കുന്നതെങ്കിൽ ഉച്ചയാകുമ്പോൾ എടുക്കാൻ പാകത്തിനായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടമായ റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോരുതേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.